ഹായ് ഫ്രണ്ട്സ്, പാസ്പോർട്ട് ഇന്ത്യയുടെ അപ്ഡേറ്റ് ചെയ്ത പുതിയ വെബ്സൈറ്റ് ഉപയോഗിച്ച് പുതിയ പാസ്പോർട്ടിനും പാസ്പോർട്ട് റിന്യൂവലിനും എങ്ങനെ അപേക്ഷിക്കാമെന്നാണ് ഇന്നിവിടെ നോക്കുന്നത്. ഇതിനോടൊപ്പം തൽക്കാൽ പാസ്പോർട്ടിന് അപേക്ഷിച്ച് അപ്പോയിൻമെൻ്റ് എടുക്കുന്നതിൻ്റെ പുതിയ പ്രോസസ്സും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ ബ്രൈറ്റ്, ഈ കേരളം ഓൺലൈൻ സർവീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റിന്യൂവലിനും പുതിയ പാസ്പോർട്ടിന് അപേക്ഷിക്കുന്നതിനും ഏതാണ്ട് ഒരേ പ്രോസസ്സ് തന്നെ ആയതുകൊണ്ടാണ് രണ്ടും ഒറ്റ വീഡിയോയിൽ തന്നെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൻ്റെ വിശദമായ വീഡിയോകളും ചാനലിൽ ലഭ്യമാണ്. സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ്, പോലീസ് വെരിഫിക്കേഷൻ തുടങ്ങിയവയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരങ്ങളും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പുതിയ പാസ്പോർട്ട് അപേക്ഷ, പാസ്പോർട്ട് റിന്യൂവൽ, PCC രജിസ്ട്രേഷൻ, സർനെയിം, ഗവൺ നെയിം എങ്ങനെ ശരിയായ രീതിയിൽ കൊടുക്കാം തുടങ്ങിയവയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട വീഡിയോകൾ ചാനലിൽ ലഭ്യമാണ്. ഇവയൊക്കെ പാസ്പോർട്ട് ഓൺലൈൻ എന്ന പ്ലേലിസ്റ്റിൽ ക്രമീകരിച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ഓൺലൈൻ പ്രോസസ്സുകൾ മാത്രമടങ്ങിയ വീഡിയോകളാണ് ചാനൽ പോസ്റ്റ് ചെയ്യുന്നത്. നിങ്ങളിതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക. പാസ്പോർട്ട് പുതുക്കുന്നതിനും പുതിയ പാസ്പോർട്ടിന് അപേക്ഷിക്കുന്നതിനുമായി സന്ദർശിക്കേണ്ട അപ്ഡേറ്റ് ചെയ്ത പുതിയ വെബ്സൈറ്റ് ഇതാണ്. സൈറ്റ് അഡ്രസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. സൈറ്റിൽ പ്രവേശിച്ച ഉടനെ തന്നെ ഒരു പോപ്പപ്പ് വിൻഡോ വരുന്നതാണ്. ക്ലോസ് ചെയ്യാവുന്നതാണ്. വെബ്സൈറ്റിൻ്റെ മുകളിലായി ന്യൂ യൂസർ രജിസ്ട്രേഷൻ എന്ന് കാണാം. ഇതുവരെ രജിസ്റ്റർ ചെയ്യാത്തവർക്ക് ആ ഒരു ലിങ്കിൽ പ്രസ് ചെയ്ത് മെയിൽ ID യും ഒക്കെ കൊടുത്ത് രജിസ്റ്റർ ചെയ്യേണ്ടുന്നതുണ്ട്. ഒരു രജിസ്ട്രേഷനിൽ 5 ആപ്ലിക്കേഷൻ വരെ അയക്കാൻ സാധിക്കും. എങ്ങനെ രജിസ്റ്റർ ചെയ്യാം എന്നതിൻ്റെ വീഡിയോ ചാനലിൽ ലഭ്യമാണ്. ലിങ്ക് കൊടുത്തിരിക്കാം. രജിസ്റ്റർ ചെയ്തവർക്ക് ഹോം പേജിൽ തന്നെ എക്സിസ്റ്റിംഗ് യൂസർ ലോഗിൻ എന്ന് കാണാം. അവിടെ പ്രസ് ചെയ്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത യൂസർ ID യും പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്യുകയാണ് ചെയ്യേണ്ടുന്നത്. അങ്ങനെ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഒരു പേജിൽ എത്തിച്ചേരുകയും ഇവിടെ ഇടത് സൈഡിലായി അപ്ലൈ ഫോർ ഫ്രഷ് പാസ്പോർട്ട്, റീഇഷ്യൂ പാസ്പോർട്ട് എന്ന് കാണാം. ആ ഒരു ലിങ്കിൽ പ്രസ് ചെയ്ത് മുന്നോട്ട് പോകണം. തുടർന്ന് താഴെയായി ക്ലിക്ക് ഹിയർ ഫോർ ഫിൽ ആപ്ലിക്കേഷൻ ഫോം എന്ന് കാണാം. അവിടെ പ്രസ് ചെയ്തതിനു ശേഷം സ്റ്റേറ്റ് കേരളയും ജില്ലയും തിരഞ്ഞെടുത്ത് കൊടുത്ത് മുന്നോട്ട് പോകാവുന്നതാണ്. തുടർന്ന് വരുന്ന പേജിൽ ആദ്യം ഫ്രഷ് പാസ്പോർട്ട്, റീഇഷ്യൂ പാസ്പോർട്ട് എന്നിങ്ങനെ 2 ലിങ്കുകൾ കാണാം. ഫ്രഷ് പാസ്പോർട്ട് എന്ന് പറഞ്ഞാൽ പുതിയതായിട്ട് പാസ്പോർട്ടിന് അപേക്ഷിക്കാനുള്ളതും, റീഇഷ്യൂ ഓഫ് പാസ്പോർട്ട് എന്ന് പറഞ്ഞാൽ പാസ്പോർട്ട് പുതുക്കാൻ റിന്യൂവലിനുള്ള ലിങ്കുമാണ്. ഏതാണെന്ന് വെച്ചാൽ അതിന് നേർക്കൂടെ റൗണ്ട് എനേബിൾ ചെയ്യുകയാണ് വേണ്ടുന്നത്. തൊട്ട് താഴെ നോർമലുമുണ്ട്, തൽക്കാലമുണ്ട്. നോർമൽ എന്ന് പറഞ്ഞാൽ 1500 രൂപ ഓൺലൈനായിട്ട് അടച്ച് 10 ദിവസത്തിനുള്ളിലൊക്കെ പാസ്പോർട്ട് തപാലിൽ ലഭിക്കുന്നതാണ് നോർമൽ. ഇതിന് ഒരു അഡ്രസ് പ്രൂഫും ഒരു ഏജ് പ്രൂഫും മതിയാകും. തൽക്കാലം എന്ന് പറഞ്ഞാൽ 1500 രൂപ ഓൺലൈനായിട്ടും 2000 രൂപ പാസ്പോർട്ട് സേവാ കേന്ദ്രത്തിലും അടച്ച് 3 സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റുകളുടെ സഹായത്തോടു കൂടി പുതുക്കുന്നതിനെയാണ്. അഡ്രസ് പ്രൂഫിൻ്റെയും അതേപോലെ ഏജ് പ്രൂഫിൻ്റെയും 3 പ്രൂഫ്, മൊത്തത്തിൽ 3 പ്രൂഫുകൾ ഉണ്ടാകണം. അതുപോലെ അപേക്ഷിച്ച് രാവിലെയൊക്കെ അപേക്ഷിക്കുകയാണെങ്കിൽ അന്ന് വൈകിട്ടോടുകൂടി തപാലിൽ കിട്ടും. ഉച്ച കഴിഞ്ഞാണെങ്കിൽ തൊട്ട് പിറ്റേ ദിവസമോ അതിൻ്റെ അടുത്ത ദിവസമോ ഒക്കെ ആയിട്ട് നമുക്ക് തപാലിൽ പാസ്പോർട്ട് ഓഫീസിൽ നിന്നും പ്രിൻ്റ് ചെയ്ത് അയച്ചു തരികയാണ് ചെയ്യുന്നത്. പാസ്പോർട്ട് പുതുക്കുന്നതിനും പുതിയ പാസ്പോർട്ട് അപേക്ഷിക്കുന്നതിനും തൽക്കാലം നോർമൽ രണ്ടിലൊന്ന് തിരഞ്ഞെടുക്കാവുന്നതാണ്. അതിനുശേഷം 36 പേജസ് കൊടുത്താൽ മതിയാകും. ഫ്രീക്വൻ്റായി ട്രാവൽ ചെയ്യുന്ന ബിസിനസ്സുകാർക്കൊക്കെയാണ് കൂടുതൽ പേജുകൾ വേണ്ടി വരുന്നത്. ഇവിടെ റീഇഷ്യൂ പാസ്പോർട്ട് തിരഞ്ഞെടുക്കുന്നവർക്ക് താഴെ കുറച്ച് മറ്റ് ഓപ്ഷൻസ് കൂടി വരുന്നതാണ്. അതുപോലെ അതിൽ ചേഞ്ച് ഇൻ എക്സിസ്റ്റിംഗ് പേഴ്സണൽ പർട്ടിക്കുലേഴ്സ്, ഡാമേജ്ഡ് പാസ്പോർട്ട്, എക്സ്പോർഷൻ ഓഫ് പാസ്പോർട്ട്, ലോസ്റ്റ് പാസ്പോർട്ട്, അങ്ങനെ അതിൽ അനുയോജ്യമായി തിരഞ്ഞെടുക്കാം. ഇവിടെ നമുക്ക് ചേഞ്ച് ഇൻ എക്സിസ്റ്റിംഗ് പേഴ്സണൽ പർട്ടിക്കുലേഴ്സ് ശ്രദ്ധിക്കേണ്ടതാണ്. ആ ഒരു റൗണ്ട് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ തൊട്ട് താഴോട്ട് കുറച്ച് ലിങ്കുകൾ വരുന്നതാണ്. ഇവിടെ നമുക്ക് നിലവിലുള്ള പാസ്പോർട്ടിൽ ഗവൺ നെയിമിലോ സർനെയിമിലോ മാറ്റമുണ്ടെങ്കിൽ ആ ഒരു ചതുരത്തിൽ ടിക്ക് മാർക്ക് വരുത്താം. അതുപോലെ അഡ്രസ്സ്, സ്പൗസ് നെയിം, വൈഫിൻ്റെ പേര് ഓർട്ടോ കൊടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതിൽ സിഗ്നേച്ചർ, അതേപോലെ ഡിലീറ്റ്, ECR അതൊക്കെ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പിയറൻസ്, ഡേറ്റ് ഓഫ് ബർത്ത് നമുക്ക് ഓൺലൈനായിട്ട് തിരുത്തുന്നതിന് കുറച്ചധികം പ്രൊസീജിയറുണ്ട്, പെട്ടെന്ന് നടക്കുന്ന കാര്യമല്ല. ഇതിലെന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതിൻ്റെ നേർക്കുള്ള ചതുരത്തിൽ ടിക്ക് മാർക്ക് വരുത്തുകയാണ് വേണ്ടുന്നത്. നേരത്തെ ചെയ്തിട്ടുള്ള വീഡിയോയിൽ ഇതൊക്കെ വിശദമായിട്ട് പ്രതിപാദിച്ചിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് ആ ഒരു വീഡിയോ കാണാവുന്നതാണ്. അതുപോലെ പാസ്പോർട്ട് പുതുക്കാനുള്ളവർക്ക് മറ്റ് 2 ഓപ്ഷൻസ് കൂടി അവിടെ കാണാം. വാലിഡിറ്റി എക്സ്പയർഡ് മോർ ദാൻ 3 ഇയേഴ്സ്, 3 കൊല്ലത്തിന് മുമ്പേ വാലിഡിറ്റി എക്സ്പയർ ആയതാണെങ്കിൽ ആ ഒരു ഓപ്ഷൻ തിരഞ്ഞെടുക്കണം. വാലിഡിറ്റി എക്സ്പയർഡ് വിത്തിൻ 3 ഇയേഴ്സ് ഡ്യൂ ടു എക്സ്പയർ, ഇനി എക്സ്പയർ ആകാൻ പോകുന്നവർക്കും 6 മാസത്തിന് മുമ്പേയൊക്കെ നമുക്ക് പുതുക്കാൻ സാധിക്കും. വാലിഡിറ്റി എക്സ്പയർഡ് വിത്തിൻ 3 ഇയേഴ്സ്, 3 കൊല്ലത്തിനകം ആണ് വാലിഡിറ്റി എക്സ്പയർ ആകുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു ഓപ്ഷൻ തിരഞ്ഞെടുക്കാവുന്നതാണ്. അതിനുശേഷം നെക്സ്റ്റ് കൊടുത്ത് മുന്നോട്ട് പോയാൽ ഈ ഒരു പേജ് പുതുക്കുന്നവർക്കും പുതിയ അപേക്ഷ അയക്കുന്നവർക്കും ഒക്കെ കോമൺ ആയിട്ടുള്ള പേജാണ്. പുതിയ അപേക്ഷ അയക്കുന്നവർ ഗവൺ നെയിം എന്നുള്ളിടത്ത് SLC ബുക്കിലൊക്കെ ഉള്ള പേര് കറക്റ്റായിട്ട് കൊടുക്കുക. ഇനിഷ്യലിൻ്റെ എക്സ്പാൻഷൻ തൊട്ട് താഴെ സർനെയിം എന്നുള്ളിടത്ത് കൊടുക്കുക. പുതുക്കുന്നവർ പഴയ പാസ്പോർട്ടിൽ എങ്ങനെയാണോ അതേപോലെ തന്നെ ഇവിടെ കൊടുക്കുക. അതിനുശേഷം മെയിൽ ഫീമെയിലൊക്കെ കൊടുക്കണം. അതിനുശേഷം വേറെ പേരുണ്ടോ, പേര് ചേഞ്ച് ചെയ്തിട്ടുണ്ടോ തുടങ്ങിയ ചോദ്യങ്ങളാണ്. എല്ലാം നോ കൊടുക്കാവുന്നതാണ്. എസ് കൊടുക്കേണ്ടുന്നവർക്ക് എന്ത് ചെയ്യണം എന്നുള്ളത് നേരത്തെയുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഡേറ്റ് ഓഫ് ബർത്ത് കറക്റ്റായിട്ട്
SLC ബുക്കിലുള്ളത് കൊടുക്കുക, പഴയ പാസ്പോർട്ടുള്ളവർക്ക് പഴയ പാസ്പോർട്ടിലുള്ളത് കൊടുക്കുക. ഓഫ് ബർത്ത് ഔട്ട് ഓഫ് ഇന്ത്യ നോ കൊടുക്കാവുന്നതാണ്. എസ് കൊടുക്കേണ്ടുന്നവർക്ക് വിശദമായ വീഡിയോയിൽ പ്രതിപാദിക്കുന്നുണ്ട്. അതിനുശേഷം വില്ലേജ്, പ്ലേസ് ഓഫ് ബർത്ത് SLC ബുക്കിലുള്ളത് കൊടുക്കുക, പഴയ പാസ്പോർട്ടുള്ളവർക്ക് അതിലുള്ളത് കൊടുക്കുക. അതിനുശേഷം സ്റ്റേറ്റും ഡിസ്ട്രിക്റ്റും മാരിറ്റൽ സ്റ്റാറ്റസും കൊടുക്കേണ്ടതാണ്. സിറ്റിസൺഷിപ്പ് ഓഫ് ഇന്ത്യ ബൈ ബർത്ത് കൊടുക്കാവുന്നതാണ്, അത് എനേബിൾ ചെയ്യാവുന്നതാണ്. ബാക്കിയുള്ളവർക്ക് എന്ത് ചെയ്യണമെന്ന് വിശദമായ വീഡിയോയിൽ പറയുന്നുണ്ട്. പാൻ കാർഡ്, വോട്ടർ ID ഒന്നും കൊടുക്കണമെന്ന് നിർബന്ധമില്ല. അടുത്തത് എംപ്ലോയ്മെൻറ്റ് ടൈപ്പാണ്. ജോലിയൊന്നുമില്ലാത്തവർക്ക് നോട്ട് എംപ്ലോയിഡ് അതേഴ്സ് കൊടുക്കാവുന്നതാണ്. കൂടാതെ സെൽഫ് എംപ്ലോയിഡ് കൊടുക്കാവുന്നതാണ്. ലീവിന് നാട്ടിൽ വന്ന് പാസ്പോർട്ട് പുതുക്കുന്നവർക്കും നോട്ട് എംപ്ലോയിഡും അതേഴ്സും ഒക്കെ കൊടുക്കാവുന്നതാണ്. ഗവൺമെൻറ് എംപ്ലോയീസിന് അത് കൊടുക്കണം. NOC കൊടുക്കേണ്ടതുകൊണ്ട് IT മേഖലയിലുള്ളവർക്ക് പ്രൈവറ്റ് കൊടുക്കാവുന്നതാണ്. പേരൻറ്റ് ഗവൺമെൻറ് എംപ്ലോയി ആണെന്നുള്ളത് നോ കൊടുക്കാവുന്നതാണ്. മൈനർ കേസിൽ അനുയോജ്യമായി ഇത് ചെയ്യാവുന്നതാണ്. അതിന് തൊട്ട് താഴെയായിട്ട് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനാണ് കൊടുക്കേണ്ടത്. SSLCക്ക് മുകളിൽ വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്ക് താഴെ നോൺ ECR കാറ്റഗറി യെസ് കൊടുക്കാവുന്നതാണ്, അല്ലാത്തവർക്ക് നോയാണ് കൊടുക്കേണ്ടത്. അതിന് തൊട്ട് താഴെയായി വിസിബിൾ ഐഡൻറ്റിഫിക്കേഷൻ മാർക്ക് കൊടുക്കണമെന്ന് നിർബന്ധമില്ല. അതിന് തൊട്ട് താഴെയായിട്ട് ആധാർ നമ്പർ കൊടുക്കുന്നുണ്ടെങ്കിൽ അഡ്രസ് പ്രൂഫായിട്ട് ആധാർ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആധാർ നമ്പർ അവിടെ കൊടുക്കണം. തൊട്ട് താഴെ എസ് കൊടുക്കുകയും വേണം. അല്ലാത്തവർക്ക് നോ കൊടുത്ത് മുന്നോട്ട് പോകാവുന്നതാണ്. അതിനുശേഷം സേവ് ഡീറ്റെയിൽസ് കൊടുത്ത് നെക്സ്റ്റ് കൊടുത്ത് മുന്നോട്ട് പോകണം. ഇവിടെയൊക്കെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമ്പ്യൂട്ടർ ഉപയോഗിച്ചും മൊബൈൽ ഉപയോഗിച്ചും പുതിയ പാസ്പോർട്ടിന് അപേക്ഷിക്കുന്നതിൻ്റെയും റിന്യൂവൽ ചെയ്യുന്നതിൻ്റെയും വീഡിയോകൾ ചാനലിൽ ലഭ്യമാണ്. നോക്കി മനസ്സിലാക്കാവുന്നതാണ്. ലിങ്ക് മുകളിൽ ഐ ബട്ടണിലും സ്ക്രിപ്ഷനിലും എൻ്റെ സ്ക്രീനിലുമായിട്ടൊക്കെ കൊടുത്തിരിക്കാം. തൊട്ടടുത്ത പേജിൽ ഫാദറിൻ്റെയും മദറിൻ്റെയും, മാരീഡ് ആണെങ്കിൽ സ്പൗസിൻ്റെയും പേര് കൊടുക്കണം. പുതിയതായിട്ട് അപേക്ഷിക്കുന്നവർക്ക് ഇവരുടെ പേരിനൊപ്പം ഇനിഷ്യൽ ഉണ്ടെങ്കിൽ അതിൻ്റെ എക്സ്പാൻഡഡ് ഫോമാണ് കൊടുക്കേണ്ടുന്നത്. പുതുക്കുന്നവർക്ക് പഴയ പാസ്പോർട്ടിൽ എങ്ങനെയാണോ അത് അതേപോലെ കൊടുത്താൽ മതിയാകും. അതിനുശേഷം താഴെ വന്ന് സേവ് കൊടുത്ത് നെക്സ്റ്റ് കൊടുത്ത് മുന്നോട്ട് പോകണം. തൊട്ടടുത്ത പേജിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോയാണ്. അതിനുശേഷം പ്രസൻറ്റ് അഡ്രസ്സാണ് കൊടുക്കേണ്ടത്. ID പ്രൂഫിലുള്ള അഡ്രസ്സ് കറക്റ്റായിട്ട് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. പുതുക്കുന്നവർ പഴയ പാസ്പോർട്ടിലുള്ള അഡ്രസ്സ് കൊടുക്കാം. അഡ്രസ്സ് മാറ്റമുള്ളവർക്ക് അത് കൊടുത്തിട്ട് സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ് ഹാജരാക്കേണ്ടി വരും. ഇവിടെയൊക്കെ തൽക്കാലിൽ അപേക്ഷിക്കുന്നവർ ഏജ് പ്രൂഫിൻ്റെയും അതേപോലെ തന്നെ അഡ്രസ് പ്രൂഫിൻ്റെയും 3 സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ് ഹാജരാക്കേണ്ടി വരും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതിനുശേഷം മുകളിൽ കൊടുത്തിരിക്കുന്ന അഡ്രസ്സുള്ള സ്റ്റേറ്റും ഡിസ്ട്രിക്റ്റും താലൂക്കും പോലീസ് സ്റ്റേഷനും പിൻകോഡും മൊബൈൽ നമ്പരും ഇമെയിൽ IDയും കമ്പൽസറി ആയിട്ട് കൊടുക്കേണ്ടതുണ്ട്. ഏറ്റവും താഴെ ഈസ് പെർമനൻറ്റ് അഡ്രസ്സ് അവൈലബിൾ നോ കൊടുത്താൽ മതിയാകും. എസ് കൊടുക്കുന്നവർ വീണ്ടും താഴെ വന്ന് നോ കൊടുത്ത് മുകളിൽ കൊടുത്ത പോലെ ഡീറ്റെയിൽസ് കൊടുക്കേണ്ടി വരും. അതിൻ്റെ ഈ സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ് ഹാജരാക്കേണ്ടി വരും. അല്ലാത്തവർക്കൊക്കെ നോ കൊടുത്ത് മുന്നോട്ട് പോകാവുന്നതാണ്. അടുത്ത എമർജൻസി കോൺടാക്റ്റ് ഡീറ്റെയിൽസ് ആണ്. നേരത്തെ കൊടുത്ത പേരും അഡ്രസ്സും മൊബൈൽ നമ്പരും മാത്രം കൊടുത്താൽ മതിയാകും. കുട്ടികൾക്ക് മുതിർന്നവരുടെ പേരൻസിൻ്റെ പേരും അഡ്രസ്സും കൊടുക്കണം. ഡീറ്റെയിൽസ് എല്ലാം കൊടുത്ത ശേഷം സേവ് കൊടുത്ത് നെക്സ്റ്റ് കൊടുത്ത് അടുത്ത പേജിലേക്ക് പോകാവുന്നതാണ്. ഈ ഒരു പേജിൽ പുതുക്കേണ്ടുന്നവർക്ക് പ്രീവിയസ് പാസ്പോർട്ടിൻ്റെ ഡീറ്റെയിൽസ് കൂടി കൊടുക്കണം. താഴെ ഫയൽ നമ്പർ എന്നുള്ളിടത്ത് പാസ്പോർട്ടിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഫയൽ നമ്പർ ഉണ്ടാകും. അതുൾപ്പെടെ പാസ്പോർട്ട് നമ്പർ, എക്സ്പയറി ഡേറ്റും എല്ലാം കൊടുക്കണം. പുതിയതായിട്ട് അപേക്ഷിക്കുന്നവർക്ക് ഇങ്ങനൊരു പേജ് മാത്രമേ ഉണ്ടാകൂ. പക്ഷേ ഇവിടെ കാണിച്ചിരിക്കുന്ന വിവരം റിന്യൂവലിനും ഫ്രഷ് പാസ്പോർട്ടിനും കോമൺ ആയിട്ടുള്ള വിവരമാണ്. ഇവിടെ ഡിപ്ലോമാറ്റിക് ഒഫീഷ്യൽ പാസ്പോർട്ടിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. അത് ഡീറ്റെയിൽസ് നോട്ട് അവൈലബിൾ എന്ന് കൊടുത്താൽ മതി. പിന്നീട് എവർ ബീൻ അപ്ലൈഡ് ബട്ട് നോട്ട് ഇഷ്യൂഡ് എന്നുള്ളത് നോ കൊടുക്കണം. പക്ഷേ നേരത്തെ എപ്പോഴെങ്കിലും അപേക്ഷിച്ച് പാസ്പോർട്ട് ഇഷ്യൂ ചെയ്യാതെ വന്നിട്ടുള്ളവർ അവിടെ യെസ് കൊടുത്തതിന് ശേഷം അതിൻ്റെ ആപ്ലിക്കേഷൻ നമ്പർ കൊടുക്കേണ്ടതാണ്. അതിനുശേഷം സേവ് കൊടുത്ത് നെക്സ്റ്റ് കൊടുത്ത് മുന്നോട്ട് പോകാവുന്നതാണ്. ഈ ഒരു പേജിൽ ക്രിമിനൽ കേസുകൾ എന്തെങ്കിലും ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. എല്ലാത്തിനും നോ കൊടുക്കാവുന്നതാണ്. ക്യാമറ ഫൈൻ തുടങ്ങിയ പെറ്റി കേസുകളൊന്നും ഇതിൽ ഉൾപ്പെടുന്നതല്ല. യെസ് കൊടുക്കേണ്ടവർക്ക് എന്ത് ചെയ്യണമെന്ന് വിശദമായിട്ടുള്ള വീഡിയോയിൽ പറയുന്നുണ്ട്. അതിനുശേഷം നെക്സ്റ്റ് കൊടുത്ത് മുന്നോട്ട് പോകാവുന്നതാണ്. തുടർന്ന് വരുന്ന പേജിൽ പാസ്പോർട്ടിൻ്റെ പ്രിവ്യൂ നമുക്ക് ലഭിക്കുന്നതാണ്. റിന്യൂ ചെയ്യുന്നവർ പഴയ പാസ്പോർട്ടിലുള്ളതൊക്കെ ആയിട്ടാണോ ഇവിടെ വന്നിരിക്കുന്നതെന്ന് നോക്കണം. എല്ലാം കറക്റ്റ് അല്ലെന്നുണ്ടെങ്കിൽ പ്രീവിയസ് കൊടുത്ത് കറക്റ്റ് ചെയ്ത് വരണം. ഇവിടെ പാസ്പോർട്ടിൻ്റെ ഫ്രണ്ടും ബാക്കും പേജുകളാണ് കാണിച്ചിരിക്കുന്നത്. ഞാൻ നെക്സ്റ്റ് കൊടുത്ത് അടുത്ത പേജിലേക്ക് പോവുകയാണ്. തുടർന്ന് വരുന്ന പേജിൽ ആദ്യം ഏജ് പ്രൂഫിൻ്റെ ഡീറ്റെയിൽസാണ് കൊടുക്കേണ്ടത്. ആധാർ ഏജ് പ്രൂഫായിട്ട് ഇപ്പോൾ അഡ്മിറ്റ് ചെയ്യുന്നില്ല. അഡ്രസ് പ്രൂഫായിട്ട് ആധാർ കൊടുക്കാൻ സാധിക്കും. ബാക്കിയുള്ള SLC, ഡ്രൈവിംഗ് ലൈസൻസ്, വോട്ടർ ID അങ്ങനെ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഒന്ന് തിരഞ്ഞെടുക്കാവുന്നതാണ്. തൊട്ട് താഴെ അഡ്രസ് പ്രൂഫിൻ്റെ ലിസ്റ്റ് ഉണ്ട്. അഡ്രസ് പ്രൂഫിൽ ആധാർ കൊടുക്കാവുന്നതാണ്. ബാക്കിയുള്ള ലിസ്റ്റുകൾ മുകളിൽ കൊടുത്തതുപോലെ കൊടുത്തിട്ടുണ്ട്. ഡിജി ലോക്കറിൽ നിന്നും എടുക്കാനുള്ള സൗകര്യവും കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം താഴെ വന്ന് പ്ലേസ് കൊടുത്തതിന് ശേഷം I agree ടിക്ക് മാർക്ക് വരുത്തി അതിനുശേഷം സേവ് മൈ ഡീറ്റെയിൽസ് ആദ്യം കൊടുക്കണം. അതിനുശേഷം പ്രിവ്യൂ കൊടുത്ത് നമുക്കെല്ലാം പരിശോധിച്ച് നോക്കാവുന്നതാണ്. എല്ലാം ഉറപ്പാക്കിയതിന് ശേഷം, ശരിയാണെന്ന് ഉറപ്പാക്കിയതിന് ശേഷം വല സൈഡിലുള്ള സബ്മിറ്റ് ഫോമിൽ പ്രസ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. തൽക്കാലം അപേക്ഷിക്കുന്നവർക്ക് 3 സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ് വേണം. ചെറിയ തെറ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ PSKയിൽ തിരുത്താവുന്നതാണ്. ഒരിക്കൽ സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതല്ല. സബ്മിറ്റ് കൊടുത്താൽ നമുക്ക് ഇങ്ങനെ ഒരു പേജ് ലഭിക്കും. ഇവിടെ നമുക്ക് ഒരൊറ്റ വ്യത്യാസം മാത്രമേ ഉള്ളൂ. പാസ്പോർട്ട് പുതുക്കുന്നവർക്ക് പ്രീവിയസ് പാസ്പോർട്ടിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കണം. അല്ലാതുള്ള ഫ്രഷിനും റിന്യൂവലിനും ഏതാണ്ട് ഒരേ പ്രോസസ്സ് തന്നെയാണ്.
ഇവിടെ പേ ആൻഡ് ഷെഡ്യൂൾ അപ്പോയിൻമെൻറ്റിൽ പ്രസ് ചെയ്ത് മുന്നോട്ട് പോകാവുന്നതാണ്. അതല്ലെങ്കിൽ പിന്നീട് ലോഗിൻ ചെയ്ത് വ്യൂ സബ്മിറ്റഡ് സേവ്ഡ് ആപ്ലിക്കേഷൻ എടുത്തും നമുക്ക് ഷെഡ്യൂൾ അപ്പോയിൻമെൻറ്റിലേക്ക് പോകാവുന്നതാണ്. ഞാനിവിടെ പേ ഷെഡ്യൂൾ അപ്പോയിൻമെൻറ്റിൽ പ്രസ് ചെയ്തതിന് ശേഷം മുന്നോട്ട് പോയി പേയ്മെൻറ്റ് ഗേറ്റ്വേ ഒരുക്കുന്നത് SBI ആണ്. അതിനർത്ഥം SBI മാത്രമല്ല മറ്റുള്ള ബാങ്കുകളും പേയ്മെൻറ്റ് ഓപ്ഷൻസും ഒക്കെ ഉണ്ട്. അതിനുശേഷം നെക്സ്റ്റ് കൊടുത്ത് മുന്നോട്ട് പോകണം. അതിനുശേഷം നമ്മൾക്ക് PSK ആണ് തിരഞ്ഞെടുക്കേണ്ടത്. ഞാനിപ്പോൾ ട്രിവാൻഡ്രം പാസ്പോർട്ട് ഓഫീസിന് കീഴിൽ വരുന്ന കീഴിലുള്ള PSKകളൊക്കെ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇതിലേത് വേണമെങ്കിലും നമുക്ക് തിരഞ്ഞെടുക്കാം. പക്ഷേ എവിടെ തിരഞ്ഞെടുത്താലും ഇതുപോലെ തിരക്ക് തന്നെയായിരിക്കും. ഞാൻ കൊല്ലം തിരഞ്ഞെടുത്തതിന് ശേഷം തൊട്ട് താഴെയുള്ള ക്യാപ്ച കോഡും കൊടുത്ത് നെക്സ്റ്റ് കൊടുത്ത് മുന്നോട്ട് പോവുകയാണ്. തൊട്ട് വലത് സൈഡിൽ അവൈലബിൾ ആയിട്ടുള്ള ഡേറ്റുകളൊക്കെ കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള പാസ്പോർട്ട് സേവാ കേന്ദ്രം PSK തിരഞ്ഞെടുക്കാവുന്നതാണ്. ഞാനിവിടെ തിരഞ്ഞെടുത്ത് വന്നപ്പോൾ ഇവിടെ ഡേറ്റ് ഇപ്പോൾ ഞാൻ 9-ാം തീയതിയാണ് ഇവിടെ നെക്സ്റ്റ് കൊടുത്ത് വന്നിരിക്കുന്നത്. പക്ഷേ ഇവിടെ 10-ാം തീയതി ഉച്ചയ്ക്ക് 12:30 ശേഷമേ ഇനി അപ്പോയിൻമെൻ്റ് ഉള്ളൂ എന്നാണ് എഴുതി കാണിച്ചിരിക്കുന്നത്. അപ്പോയിൻമെൻറ്റ് അവൈലബിലിറ്റി എങ്ങനെ നോക്കാമെന്നൊക്കെയുള്ള വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇപ്പം തൽക്കാലിൻ്റെ അവൈലബിലിറ്റിയാണ് നോക്കുന്നത്, അപ്പോയിൻമെൻറ്റാണ് എടുക്കാൻ നോക്കുന്നത്. നോർമലിന് ഇങ്ങനെയുള്ള വിഷയമില്ല, നമുക്ക് നോർമലായിട്ട് തന്നെ എടുത്ത് പോകാവുന്നതാണ്. ഞാനിവിടെ കൊല്ലം PSKയിൽ എടുക്കാനാണ് നോക്കുന്നത്. തൊട്ട് വലത് സൈഡിൽ 13-ാം തീയതി വരെ ബുക്ക്ഡ് ആയിട്ടുണ്ട് എന്നാണ് കാണിച്ചിരിക്കുന്നത്. ഞാൻ 9-ാം തീയതിയാണ് നോക്കുന്നത്. ഇനിയിപ്പോൾ ഞാൻ തൊട്ടടുത്ത ദിവസം നോക്കാനായിട്ട് ശ്രമിക്കുകയാണ്. ഞാനിവിടെ തൊട്ടടുത്ത ദിവസമായ സെപ്റ്റംബർ 10-ാം തീയതി ലോഗിൻ ചെയ്ത് വ്യൂ സേവ്ഡ് ആപ്ലിക്കേഷൻ എടുത്ത് അപ്പോയിൻമെൻറ്റ് എടുക്കേണ്ട ആളുടെ നേർക്ക് റൗണ്ട് എനേബിൾ ചെയ്ത് ഷെഡ്യൂൾ അപ്പോയിൻമെൻറ്റ് എടുത്ത് അതിനുശേഷം പേയ്മെൻറ്റ് ഗേറ്റ്വേ SBI റൗണ്ട് എനേബിൾ ചെയ്ത് നെക്സ്റ്റ് കൊടുത്ത് മുന്നോട്ട് പോയതിന് ശേഷം വീണ്ടും നെക്സ്റ്റ് കൊടുത്ത് മുന്നോട്ട് പോവുകയാണ്. അതിനുശേഷം വരുന്ന പേജിൽ PSK കൊല്ലം തിരഞ്ഞെടുക്കുകയാണ്. തൊട്ട് താഴെയുള്ള ക്യാപ്ച കോഡുകളും ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ 10-ാം തീയതി ഉച്ചയ്ക്ക് 12:28 ലോഗിൻ ചെയ്ത് വന്നിരിക്കുന്നത്. നമ്മൾ 12:30 സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ 2 മിനിറ്റ് മുന്നേ നമ്മൾ ലോഗിൻ ചെയ്ത് വരണം. തൊട്ട് മുകളിൽ ടൈമും ഡേറ്റും കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. 10/9/2024 ഉച്ചയ്ക്ക് 12:28 ടൈം കൊടുത്തിരിക്കുന്നത്. 2 മിനിറ്റ് മുന്നേ ലോഗിൻ ചെയ്ത് വന്നിരിക്കുകയാണ്. തൊട്ട് വലത് സൈഡിൽ ഇപ്പോൾ കഥ മാറിയിരിക്കുകയാണ്. 17/9/2024 വരെ ബുക്ക് ചെയ്തിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത്. അതായത് ഇനി നമുക്ക് 18/9 മാത്രമേ അപ്പോയിൻമെൻറ്റ് കിട്ടൂ എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞാനിവിടെ ക്യാപ്ച കോഡും ഒക്കെ കൊടുത്ത് നെക്സ്റ്റ് കൊടുത്ത് മുന്നോട്ട് പോവുകയാണ്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. മുകളിൽ 11/9/2024 ഉച്ചയ്ക്ക് 12:30 ശേഷം ശ്രമിച്ചാൽ മതി എന്നാണ് അവിടെ എഴുതി കാണിക്കുന്നത്. പക്ഷേ നമ്മൾ ഇവിടെ തോറ്റ് പിന്മാറാൻ തയ്യാറല്ല. ഞാനിവിടെ വീണ്ടും ഈ ക്യാപ്ച കോഡുകൾ വീണ്ടും ടൈപ്പ് ചെയ്ത് കൊടുത്ത് നെക്സ്റ്റ് കൊടുത്ത് ഇങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ നിങ്ങളും ചെയ്യണം. നിങ്ങളിങ്ങനെ ഈ ക്യാപ്ച കോഡുകൾ ഒന്ന് കൊടുക്കുമ്പോൾ വീണ്ടും മാറി വരും. മുകളിൽ അടുത്ത 11-ാം തീയതിയേ ഉള്ളൂ എന്ന് കാണിക്കും. പക്ഷേ നമ്മൾ 10-ാം തീയതി ഉച്ചയ്ക്ക് 12:30 നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കണം. ഞാൻ വീണ്ടും ക്യാപ്ച കോഡുകൾ കൊടുത്ത് നെക്സ്റ്റ് കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. ഒടുവിൽ എനിക്ക് അടുത്ത സ്റ്റെപ്പിലേക്കുള്ള പേജിലേക്കുള്ള പ്രവേശനം കിട്ടുകയാണ് ഉണ്ടായത്. നിങ്ങൾക്കതിവിടെ കാണാവുന്നതാണ്. 17-ാം തീയതി വരെ ബുക്കിംഗ് ആയിട്ടുണ്ടെന്ന് നേരത്തെ കാണിച്ചത് കാണാം. ഇവിടെ 18-ാം തീയതി എന്ന് പറയുന്ന ഒറ്റ ഡേറ്റേ ഉള്ളൂ. അത് നമ്മൾ സെലക്ട് ചെയ്യണം. ഇതൊക്കെ വളരെ ഫാസ്റ്റായിട്ട് ചെയ്യണം, എങ്കിൽ മാത്രമേ നമുക്ക് കിട്ടൂ. അതിനുശേഷം പേ ആൻഡ് ഷെഡ്യൂൾ അപ്പോയിൻമെൻറ്റിൽ പ്രസ് ചെയ്ത് മുന്നോട്ട് പോവുകയാണ് ചെയ്യേണ്ടത്. ഞാനിവിടെ വലിച്ചു നീട്ടി വീഡിയോയുടെ ലെങ്ത് കൂട്ടിയിരിക്കുകയാണ്. ഫാസ്റ്റായിട്ട് തന്നെയാണ് ഞാൻ ചെയ്തത്. ഇവിടെ 1500 രൂപയാണ് അടയ്ക്കേണ്ടുന്നത് നോർമൽ തൽക്കാലിന്. ബാക്കി 2000 രൂപ പാസ്പോർട്ട് സേവാ കേന്ദ്രത്തിൽ അടയ്ക്കണം. ലിക്വിഡ് ക്യാഷ് ആയിട്ടാണ് അടയ്ക്കേണ്ടുന്നത്. UPI, ഫോൺപേ, ഗൂഗിൾ പേ ഉപയോഗിച്ച് അടയ്ക്കാൻ സാധിക്കില്ല. അതിനുശേഷം പേ ആൻഡ് ബുക്ക് അപ്പോയിൻമെൻറ്റിൽ പ്രസ് ചെയ്ത് മുന്നോട്ട് പോയതിന് ശേഷം വരുന്ന പോപ്പപ്പ് വിൻഡോയിൽ ഓക്കെ കൊടുത്ത് മുന്നോട്ട് പോകാവുന്നതാണ്. അതിനുശേഷം ഇവിടെ നിന്നും അനുയോജ്യമായൊരു പേയ്മെൻറ്റ് ഓപ്ഷൻ തിരഞ്ഞെടുത്ത് നിങ്ങൾക്ക് പേയ്മെൻറ്റ് നടത്താവുന്നതാണ്. ഗൂഗിൾ പേ, ഫോൺപേ, അതേപോലെ നെറ്റ് ബാങ്കിങ്, ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ് തുടങ്ങിയവയൊക്കെ ഉണ്ട്. വിശദീകരിക്കുന്നില്ല. അടുത്ത സ്റ്റെപ്പിലേക്ക് പോവുകയാണ്. പേയ്മെൻറ്റ് നടത്തിയതിന് ശേഷം കുറച്ചൊന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് റീഡയറക്റ്റ് ചെയ്ത് പാസ്പോർട്ട് വെബ്സൈറ്റിലേക്ക് പോകുന്നതും അവിടെ നമുക്ക് റെസിപ്റ്റ് പ്രിൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ലഭിക്കുന്നതാണ്. അപ്പോയിൻമെൻറ്റ് ബുക്കായിട്ടുണ്ട്, സക്സസ് ആയിട്ടുണ്ട്, തൽക്കാലമാണ്. പ്രിൻറ്റ് ആപ്ലിക്കേഷൻ റെസിപ്റ്റിൽ പ്രസ് ചെയ്ത് കൊടുത്ത് നമുക്ക് അതിൻ്റെ റിപ്പോർട്ടിംഗ് ടൈം അപ്പോഴാണ് ലഭിക്കുന്നത്. റിപ്പോർട്ടിംഗ് ടൈം ഇവിടെ കൊടുത്തിരിക്കുന്നത് കാണാം. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രിൻ്റ് എടുത്ത് പോകുന്നതായിരിക്കും നല്ലത്. പ്രിൻ്റ് എടുത്ത് പോകുന്നവർക്ക് അവിടെ പ്രിഫറൻസ് ലഭിക്കുന്നുണ്ട്. റിന്യൂവൽ ആയാലും ഫ്രഷ് ആയാലും നോർമൽ പാസ്പോർട്ടിന് 1500 രൂപ ഓൺലൈനായിട്ട് അടച്ചാൽ മാത്രം മതി. അവിടെ പൈസ അടയ്ക്കേണ്ട. തൽക്കാലിന് ബാക്കി 2000 രൂപ പാസ്പോർട്ട് സേവാ കേന്ദ്രത്തിൽ അടയ്ക്കണം. തൽക്കാൽ പാസ്പോർട്ട് രാവിലെ അപ്പോയിൻമെൻ്റ് ഉള്ളവർക്ക് ഏതാണ്ട് വൈകുന്നേരത്തോടു കൂടി പാസ്പോർട്ട് കിട്ടുന്നുണ്ട്. വൈകുന്നേരമാണ് പാസ്പോർട്ട്
അപ്പോയിൻമെൻ്റ് എന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസമോ അതിൻ്റെ തൊട്ടടുത്ത ദിവസമോ കിട്ടും. റീജിയണൽ പാസ്പോർട്ട് ഓഫീസിലാണ് പാസ്പോർട്ട് പ്രിൻറ്റ് ചെയ്യുന്നത്, പിന്നീട് തപാലിൽ അയച്ചു തരികയാണ് ചെയ്യുന്നത്. റിന്യൂവൽ ആയാലും ഫ്രഷ് ആയാലും തൽക്കാൽ പാസ്പോർട്ടിന് വെരിഫിക്കേഷൻ ഉണ്ട്. നേരത്തെ ഇപ്പോൾ അപ്ലൈ ചെയ്ത അന്ന് വൈകിട്ട് തന്നെ ചിലപ്പോൾ കിട്ടാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ളവർ നേരത്തെ വിദേശത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ തങ്ങളുടെ പോലീസ് സ്റ്റേഷനിൽ ആധാറും മറ്റു രേഖകളുമായി പോയി വെരിഫിക്കേഷൻ നടപടികൾ പൂർത്തിയാക്കിയതിന് ശേഷമേ വിദേശത്തേക്ക് പോകാവൂ. കാരണം എയർപോർട്ടിൽ സ്കാനിങ്ങിലൂടെ എന്തെങ്കിലും ഒഫൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിടിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ യാത്ര മുടങ്ങും. അപ്പോയിൻമെൻറ്റിനായി പാസ്പോർട്ട് സേവാ കേന്ദ്രത്തിൽ പോകുമ്പോൾ എല്ലാ സപ്പോർട്ടിംഗ് ഡോക്യുമെൻസിൻ്റെയും ഓരോ സെറ്റ് കോപ്പിയും കൂടെ എടുത്തുകൊണ്ട് പോകുന്നത് നല്ലത് തന്നെയാണ്. ഇതോടെ ഈ ഒരു വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.